പതികൊണ്ടു പുത്രമിത്രക്കളത്ര അരികവരുന്തുതാൻ മന്ദവർക്കലാമലെ പൊഴുതും ശ്യാമലൻ നമ്മടക്കിന്റെ കനകവശതായാഹോ അതികൊണ്ടു വിരമനുത വല്ലഭയുടെ കനെ വലിയ പതിനോ ഗർവനേ പ്രമത്തനേ ചിത്ത പ്രസിദ്ധനേ വശീകരക്രമയാളനീയാഹോ ഉദികൊണ്ടു മുതലാനത ഉദികിന ദേവരം കുഞ്ചര ശ്രീ മുഖവനേ ഗണപതി ശ്രീ മഹാഗണപതി വികടതന കുംഭഗംഭീരതനീയാഹോ പാലക്കാട് നിന്നും ഷൊർണൂർ പോകുന്ന വഴിയിൽ വാണിയംകുളത്തിനടുത്ത് ഒരു കൊച്ചു കലാഗ്രാമമുണ്ട്. അതെ, ആ ഗ്രാമത്തിനുള്ളിൽ ഹരിശ്രീ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കലാകേന്ദ്രവും. ഈ കാണുന്ന വീടിനകത്താണ് ആ കലാകേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ ഇറങ്ങി പോകുന്ന 2 മുതലുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രധാന കലാകാരന്മാർ. മുന്നിലിറങ്ങി വരുന്ന ആൾ സജീഷ് പുലവർ. അതെ, അദ്ദേഹത്തിൻ്റെ കഥയിലൂടെയാണ് ഇന്ന് നമ്മൾ തോൽപ്പാവക്കൂത്തിനെ അറിയുന്നത്. റോബോട്ടിക്സ് വെച്ച് പാവ കളിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം അത് ഉണ്ടായത്. ഇത് ഞാനാ ചെയ്തത്. കണ്ട അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയോ? അത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലെ പൈതൃക മ്യൂസിയത്തിലെ ഈ ചലിക്കുന്ന തോൽപ്പാവകൾക്ക് പിന്നിലും നമ്മുടെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ സജീഷ് പുലവരുടെ കൈകൾ തന്നെയാണ്. അതെ, യാന്ത്രികമായി ചലിക്കുന്ന റോബോട്ടിക് പാവയുണ്ടാക്കിയതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ലഭിച്ചത് കുറവായിരുന്നു എങ്കിൽ പോലും സ്വന്തം മേഖലയിലെ കലാകാരന്മാരുൾപ്പെടെ ഒട്ടേറെ പേരുടെ കുത്തുവാക്കുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അവിടെയൊന്നും തളരാതെ അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോവുക തന്നെയാണ്. കേരള സർക്കാരിൻ്റെ ഫോക്ലോർ യുവപ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഈ കലാകാരൻ്റെ ജീവിതത്തിലൂടെ തോൽപ്പാവക്കൂത്തിനെ അടുത്തറിയാം. പറയാൻ മറന്ന മറ്റൊരു കാര്യം, തോൽപ്പാവക്കൂത്ത് മാത്രമല്ല കേട്ടോ, ഒരുപാട് തരം പാവകളും പാവക്കളികളും ഇദ്ദേഹത്തിന് വളരെയധികം ലളിതമായി പറഞ്ഞു തരാനും മനസ്സിലാക്കി തരുവാനും സാധിക്കും. രാജസ്ഥാനിലെ കഠ്പുത്ലി എന്ന് പറയും. രാജസ്ഥാനിൽ നമുക്ക് നൂൽപ്പാവകളുണ്ട്. പിന്നെ നമുക്ക് കാസർഗോഡ് യക്ഷഗാന പപ്പട്രി ഉണ്ട്. അപ്പോൾ അവിടെ നൂൽപ്പാവ ഇത് തിരിച്ചു മറിച്ച് വാങ്ങാൻ പറ്റും. അതായത് 2 ക്യാരക്ടേഴ്സാണ്, ഒരു ലേഡി ക്യാരക്ടറും ഒരു മെയിൽ ക്യാരക്ടറും ഉണ്ട് നമുക്കൊരു പാവന്. ഇത് ചെറിയ സൈസാണ്, മിനിയേച്ചർ സൈസാണ്. ഇതിന് വലിയ പാവകളാണ് ഉണ്ടാവുക. നമുക്ക് ബേസിക്കലി 4 തരം പാവകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഒരു പാവയാണ് ഈ നേൽപ്പാവ, തോൽപ്പാവ എന്ന് പറയുന്നത്, ഷേഡ പപ്പറ്റ് എന്ന് പറയും. പിന്നുള്ളത് നൂൽപ്പാവ. ഈ പാവ ചലിപ്പിക്കുന്നത് നൂല് കൊണ്ടാണ്. പിന്നുള്ള കയ്യോപ്പാവ എന്ന് പറയുക നമ്മൾ ഗ്ലൗക്കപ്പറ്റ് ആണ്, കൈ ഉപയോഗിച്ച് പാവ ചലിപ്പിക്കും. ഇത് ശരിക്കും നമ്മുടെ മനുഷ്യൻ അതേപോലെ തന്നെ. നമസ്കാരം എല്ലാ കാണികൾക്കും. തോൽപ്പാവക്കൂത്ത് ആസ്വദിച്ച് കണ്ടു തോന്നുന്നു അല്ലേ? തോൽപ്പാവക്കൂത്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ പേജൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യാൻ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. അല്ലേ? തോൽപ്പാവക്കൂത്ത് പോലുള്ള വലിയൊരു കലയെ ഇദ്ദേഹം ഇന്ന് ജനകീയമാക്കുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് പരമമായ സത്യം തന്നെയാണ്. ഇദ്ദേഹത്തോടൊപ്പമുള്ള ശിഷ്യഗണങ്ങളെ ഓർത്താൽ തന്നെ നമുക്കതറിയാം. தம்பி லட்சுமணா, சீதையானவள் இந்த மானை கண்டு நோய் தெரியாது. இது யதார்த்தமானோ பொய்மானோ இது பார்த்து சோதரா பார்த்தது. ഇത് യഥാർത്ഥമായിരിക്കുന്ന ഒരു മാനല്ലേ. രാക്ഷസന്മാരുടെ ഏതോ ശങ്കം ചേർന്ന് ഗുരുവിനെ മാൻവേഷം
എടുത്തിട്ട് മായത്തിനാൽ ഇത് ഇറക്കിയിരിക്കുന്നത്. ഇത് ശരിയാണ് മാനല്ലേ? മാൻ പിടിത്ത നാമത്തെ ശരിയാണ് ഒരു പ്രവൃത്തിയല്ലേ? മീശമാധവൻ പോലുള്ള ഒട്ടേറെ സിനിമകളിൽ ഈ കലാരൂപം വന്നതോടുകൂടി ഈ കല ഇന്ന് ജനകീയം തന്നെയാണ്. എങ്കിലും വേദികൾ വളരെ കുറവാണ് എന്നുള്ളത് ഈ കലാകാരനും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. இந்த மானுடைய நெடு மார்பில் ஏக வானம் கொடுத்தோரே எடா எடா அவை ஜானகி லக்ஷ்மண அபயம் அபயம் என்னுடைய துக்கரோதனம் போல அல்லவா நினைவளிக்கின்றது. இந்த துக்கரோதனம் സീത കേട്ടാലും എന്റെ കൂടെ ഇരിക്കുന്നത് രണ്ടും ഫോക്ലോർ അക്കാദമിയുടെ സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് കിട്ടിയ രണ്ട് എന്റെ സുഹൃത്തുക്കളാണ്. അപ്പോ അവര് വഴിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തോൽപ്പാവക്കൂത്ത് എന്താണെന്ന് പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തോൽപ്പാവക്കൂത്തിന്റെ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എന്താണ് തോൽപ്പാവക്കൂത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി? തോൽപ്പാവക്കൂത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോല് കൊണ്ട് നിർമ്മിച്ച പാവകൾ ഉപയോഗിച്ച് കമ്പരാമായണം കഥ ഭദ്രകാളിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. നമ്മുടെ പാലക്കാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രചാരത്തിലുള്ളത്. ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇന്നും തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. നമ്മുടെ ഒരു കൈമുന്നത്ത് പുത്തൂർ അമ്പലത്തിലൊക്കെ ഈ തോൽപ്പാവക്കൂത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടേക്കോ കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു കിടക്കുന്നുണ്ട്. നമ്മുടെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളില് 85ഓളം ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കാൻ ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഒരു കൂത്തുമാടമുണ്ട്. നമ്മളിപ്പോ വാടാലിക്കാവ് അമ്പലം, അതുപോലെ ചെനക്കത്തൂർക്കാവ്, പുത്തൂർ എല്ലാ ഈ 85ഓളം ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മുമ്പില് കൂത്തുമാടമുണ്ട്. ആ കൂത്തുമാടത്തില് ഇതേപോലെ വെള്ളയും കറുപ്പും തിരശ്ശീല വലിച്ചു കെട്ടിയിട്ടാണ് നമ്മൾ തോൽപ്പാവക്കൂത്ത് കൂത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് എത്ര ദിവസമാണ്? അതായത് 21 ദിവസമാണ് ശരിക്കും ഈ കമ്പരാമായണം കഥ, ശ്രീരാമ ജന്മം മുതൽക്ക് ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥ. 2100 ശ്ലോകങ്ങൾ, കമ്പരാമായണത്തിലെ 12,000 ശ്ലോകങ്ങളിലെ 2100 ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ 21 ദിവസത്തെ കഥയാണ് ശ്രീരാമ ജന്മം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരയ്ക്കുന്നത്. പിന്നെ 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 60 ദിവസം കൂട്ടിറങ്ങണം പറയുന്നുണ്ട്. 60 ദിവസം എന്താ വെച്ചാൽ ഈ രാമായണം കഥയിലെ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കൂട്ടി ചേർത്ത് ഇങ്ങനെ പറയും. അപ്പൊ 7 ദിവസം പറയുന്നതിൽ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ. കമ്പരാമായണത്തിൽ 6 കാണ്ഡങ്ങളാണ്. അപ്പൊ അതിന് ബാലകാന്ഡം, അയോധ്യകാന്ഡം, മാരണകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം ഇങ്ങനെ വരുന്നത്. അപ്പൊ യുദ്ധകാന്ഡം മാത്രമാണ് ഈ 7 ദിവസത്തെ കൂത്തുമാടത്തിൽ അവതരിപ്പിക്കുക. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നത് രാമദാസ് ഏത് ക്ലസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ പട്ടാമ്പി ക്ലസ്റ്ററിലും നമ്മുടെ സജീഷ് ഏട്ടൻ വർക്ക് ചെയ്യുന്നത് ശ്രീകൃഷ്ണപുരം ക്ലസ്റ്ററിലുമാണ്. രണ്ടുപേരും ഫെലോഷിപ്പ് പരിശീലനം നൽകുന്ന അധ്യാപകരും കൂടിയാണ്. ഇപ്പൊ പുതുതലമുറ ഈ തോൽപ്പാവക്കൂത്തിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഒരു തലമുറകള് ഇറങ്ങി വരുന്നുണ്ട്, പക്ഷെ അവര് നിലനിൽക്കുന്നില്ല. അപ്പൊ നമുക്ക് പുതിയ ആൾക്കാർ പാവകളുടെ കൗതുകം കണ്ടിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അന്വേഷിച്ച് ഇങ്ങനെ വരും. പക്ഷെ അവരങ്ങോട്ട് പൂർണ്ണമായിട്ടും നിൽക്കില്ല. കാരണം വെച്ചാൽ വരുമാനം കുറവാണ്. ക്ഷേത്രങ്ങളിൽ പോയാലും തുച്ഛമായ വരുമാനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ അമ്പലങ്ങളിൽ 21 ദിവസം രാത്രി ഉറക്കൊഴിക്കണം. അപ്പൊ വരുമാനം കുറവാണ്. പിന്നെ നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ പോകുകയാണെങ്കിൽ ആൾക്കാരുണ്ട്. സ്റ്റേജ് ഷോസിൽ പോകാൻ നമുക്ക് രാജ്യങ്ങളെ കാണാം, സ്ഥലങ്ങളെ കാണാം. ഇന്ത്യയിൽ നമ്മൾ എല്ലാവരുടെയും തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ വിദേശത്തൊക്കെ പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ കൂടെ വരും. സ്ഥലങ്ങളെ കാണാറുണ്ട്. പക്ഷെ വരുമാനം ഉണ്ടാവില്ല. ഇപ്പോ സ്വാഭാവികമായിട്ടും പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറെ പുതിയ തോൽപ്പാവക്കൂത്തിന്റെ കഥകൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന പുതിയ കഥകൾ. അതെ, നമ്മളിപ്പോ ഇടശ്ശേരി ഗോവിന്ദന്റെ ഭൂതപ്പാട്ട്, അതേപോലെ കൊറോണ അവയർനെസ് പ്രോഗ്രാം, പിന്നെ എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം, പിന്നെ വോട്ട്, അതായത് നമുക്ക് ഇലക്ഷൻ പദ്ധതി സമയത്ത് വോട്ട് എന്തിനു ചെയ്യണം അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട അവകാശമാണ്, അങ്ങനത്തെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. പിന്നെ മാമ്പഴം സ്റ്റോറി, പിന്നെ നരസിംഹത്തിന്റെ കഥ. അപ്പൊ രാമായണത്തിൽ തന്നെ കുറെ കഥകളുണ്ട്. അപ്പൊ അതിന് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ രാമായണം നമ്മൾ ഫുൾ സ്ട്രെച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ രാമായണം എന്താന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പൊ മാൻവേട്ട, അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണിച്ച ഭാഗങ്ങളൊക്കെ അവർക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇന്നത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അവർ പെട്ടെന്ന് അത് മനസ്സിലാവും. ഇത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായത് നമ്മുടെ മീശമാധവൻ സിനിമയുടെ. അതെ അതെ അതെ.
മിഷ്വാൻ സിനിമയിലെ മറ്റേ കരിമിഴിക്കുരുവ പാട്ടില്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മായോൺ, തമിഴിലെ സത്യരാജിന്റെ മായോൺ, പിന്നെ കുമാരി, പിന്നെ മാമാങ്കം, അങ്ങനെ ഒരുപാട് സിനിമകൾ. പിന്നെ നമ്മുടെ IFFL ലോഗോ തന്നെ തോൽപ്പാവപ്പെട്ടിട്ടാണ്. അച്ഛനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഡയറക്ടർ അരവിന്ദാക്ഷൻ സാറ് ഈ തറവാട്ടിൽ വന്ന സമയത്ത് അങ്ങനെ പാവകളൊക്കെ നോക്കി, ഇങ്ങനെ ഓരോരോ പാവകളും നോക്കി ലങ്കാ ലക്ഷ്മി എന്നുള്ള ക്യാരക്ടറാണ് ഈ IFFL ലോഗോ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ തന്നെയാണ് അങ്ങോട്ട് IFFL ലോഗോ വന്നത്. നമ്മുടെ രാമൻ എങ്ങനെയാണ് ഈ തോൽപ്പാവക്കൂത്തിലേക്ക് എത്തിപ്പെട്ടത്? രാമദാസ് അത് ചെറുപ്പം മുതൽ രാമദാസിന്റെ ഏട്ടൻ ഈ രംഗത്തുണ്ടായിരുന്നു. അച്ഛന്റെ കൂടെ ഇങ്ങനെ തോൽപ്പാക്കുന്ന മാളങ്ങൾ, അതായത് പുതുമാളങ്ങളിൽ പോയി കൂത്ത് പറയാൻ വേണ്ടി നമുക്ക് ഒരേ സമയത്ത് 85 ക്ഷേത്രങ്ങളൊക്കെ നടക്കുമ്പോൾ ആൾക്കാരുണ്ടാവില്ല. അപ്പൊ നമ്മൾ സഹായത്തിന് ആരെങ്കിലും കൊണ്ട് അപ്പൊ രാമദാസിന്റെ ഏട്ടനൊക്കെ അന്ന് വന്നിട്ടു. അപ്പൊ അങ്ങനെയാണ് രാമദാസും ഈ രംഗത്തിലേക്ക് എത്തിയത്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 8 വയസ്സിലൊക്കെ വന്നിട്ടുണ്ടാവും. 8 വയസ്സിലൊക്കെ വന്നിട്ട് ഇപ്പൊ 25 വയസ്സായി. നമ്മുടെ കൂടെ തന്നെയുണ്ട്. ജ്യോതിമാടങ്ങളിലും സ്റ്റേജ് പരിപാടിക്കും പാവ ഉണ്ടാക്കാനും അത് ഇന്ന് പ്രോഗ്രാമിന്റെ രാമ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ രാമ, എങ്ങനെയാണ് രാമൻ ഈ തോൽപ്പാവക്കൂത്തിനോടുള്ള ഒരു ഇഷ്ടം ഇപ്പൊ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ? എനിക്കെന്താ ചോദിച്ചാൽ എൻ്റെ ചെറുപ്പം മുതൽക്ക് ഞാൻ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. പല കാര്യങ്ങളും ഇതിലൂടെ വന്നിട്ട് പഠിച്ചു. രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞു. പിന്നെ ഇപ്പോൾ ഗുരുനാഥൻ്റെ കൂടെ ഞാൻ പല വേദികളിലും പോയിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തം പോയി പാവക്കൂത്ത് അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ പുതിയ പുതിയ പാവകൾ ഉണ്ടാക്കുന്നുണ്ട്. പുതിയ ഭാഗങ്ങൾ ഞങ്ങൾ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് സ്കൂൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നുണ്ട്. പുതുതലമുറയിൽ ഇത് ആസ്വദിക്കുന്നുണ്ട്. രാമദാസ് ഈ ഫെലോഷിപ്പ് പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിക്ക് അവരുടെ മറ്റേ സബ് ജില്ലാ കലോത്സവത്തില് 1ാം സ്ഥാനം കിട്ടി. അത് ശരി. പാവനിർമ്മാണം 1ാം സ്ഥാനം കിട്ടി. അപ്പൊ എന്തായാലും ഇത് പുതുതലമുറയും കൂടി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ പുതുതലമുറ കുറച്ചുകൂടി ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. അതെ. എന്തായാലും നമുക്ക് ഈ കല നശിക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു കല 400 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പൊ അത് കൈവിടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോ ഈ കലാരൂപത്തിൽ നമ്മൾ A to Z നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ പുതിയ ആൾക്കാർ വന്നാൽ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, ഇപ്പൊ നമ്മൾ ആരെങ്കിലൊക്കെ വരുമ്പോൾ സമയത്ത് ഇങ്ങനെ കാർബോർഡിലൊക്കെ നമ്മൾ പാവ എടുക്കും. അതായത് തോലൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാർബോർഡിലൊക്കെ പാവകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും. അപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കാർബോർഡിൽ നമ്മൾ പാവകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അവർക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാവകൾ ഉണ്ടാക്കി കൊടുക്കാം, അതേപോലെ കൂത്ത് പഠിപ്പിച്ചു കൊടുക്കാം. പുതിയ കൂത്ത് പഠിക്കാനും കാണാനും ഒക്കെ താല്പര്യമുള്ളവര് നമ്മുടെ ഒറ്റപ്പാലം, ഷൊർണൂർ, വാണിയംകുളം റൂട്ടിൽ തന്നെയാണ് ഹരിശ്രീ കണ്ണൻ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്പർ ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കും എല്ലാത്തിനും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവരെ കോണ്ടാക്ട് ചെയ്യണം. തീർച്ചയായിട്ടും പുതുതലമുറ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ കുറെ ജനങ്ങളിലേക്ക് കൂടി നമ്മുടെ ഈ തോൽപ്പാവക്കൂത്തിന്റെ ഒരു അവയർനെസ് എത്തണം എന്നൊരു ആഗ്രഹം കൂടി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇതുവഴി ഞങ്ങൾ പ്രചരണം നൽകാൻ സാധിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നു. അതെ. നമുക്ക് എവിടെ വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം. ഈ ഭദ്രകളി ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഏത് ക്ഷേത്രങ്ങളാണെങ്കിൽ ഉത്സവങ്ങളാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കാണിക്കാനോ അല്ലെങ്കിൽ കാണികൾക്ക് കാണിക്കാനോ നമ്മൾ തോൽപ്പാവക്കൂത്ത് ചെയ്യും. അത് 1 മണിക്കൂറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 21 ദിവസം കഥയാണെങ്കിലും അതിലെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ആദ്യം ഗണപതി വന്ദനം, പിന്നെ മാൻവേട്ട, പിന്നെ ശ്രീധനെ കളവ് കൊണ്ടുപോകുന്ന ഭാഗം, പിന്നെ ജടായുവും രാവണും തമ്മിലൊരു ചെറിയൊരു യുദ്ധം, അത് കഴിഞ്ഞ് ബാലിസുഗ്രീവ യുദ്ധം, പിന്നെ ഹനുമാനും ഇന്ദ്രന്റെ യുദ്ധം, ഹനുമാനും ലക്ഷ്മണ യുദ്ധം, രാമനും രാവണനും തമ്മിലെ യുദ്ധം, ശ്രീരാമ പട്ടാഭിഷേകം. അത് 1 മണിക്കൂർ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ഈ തോൽപ്പാവക്കൂത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് നമ്മൾ ഈ തോലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ തോൽപ്പാവക്കൂത്തിന് ഉപയോഗിച്ചിരുന്ന തോല് എന്ന് പറയുന്നത് പുള്ളിമാനിന്റെ ഒക്കെ തോലാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇതിന് ഉപയോഗിച്ചു വരുന്ന തോലുകളും കാര്യങ്ങളും, അതായത് ശരിക്കും ആദ്യ കാലത്ത് തോലുമല്ല, ഓലയാണ്. നമ്മുടെ പനയോലില്ലേ, കൊടപ്പനയുടെ ഓല വെച്ചിട്ടാണ് പാവകൾ ഉണ്ടാക്കിയിരുന്നത്. അന്ന് ആ പാവകൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ 2 പ്രോഗ്രാം കഴിഞ്ഞാൽ പാവകൾ നശിച്ചു പോകും. കാരണം വിളക്ക് വെച്ച് അതിന്റെ എണ്ണയൊക്കെ വീണ് മോയ്സ്ചറൊക്കെ ആവുന്ന സമയത്ത് അത് നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അന്ന് രാജഭരണക്കുള്ള സമയത്ത് രാജാക്കളെ വേട്ടയ്ക്കൊക്കെ പോകും, അങ്ങനെ തോല് കിട്ടും. അങ്ങനെയാണ് മാൻതോല് കിട്ടിയിരുന്നത്. മാനൊരു പവിത്രമായ മൃഗായ കൊണ്ടും പിന്നെ അതിന്റെ തോല് ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പാവകളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സുഖമാണെന്ന് പറഞ്ഞിട്ട് അന്ന് മാൻതോല് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ മാൻ നമുക്കിപ്പോ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള തോല്, അപ്പോൾ കാളത്തോലൊക്കെ കിട്ടും. കാളത്തോല്, പിന്നെ ആടിന്റെ തോല്, അങ്ങനത്തെ തോല്. അപ്പൊ കാളത്തോലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാവകളൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. ഇതൊക്കെ കാളത്തോലിന്റെ പാവകളാണ്, ഭയങ്കര ഹാർഡായിരിക്കും. അപ്പൊ കൊത്തി ഉണ്ടാക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. ഇതിലൊക്കെ പഞ്ചസൊക്കെ കയറി കൊത്തി ഉണ്ടാക്കാൻ നല്ലൊരു പണിയാണ്. പക്ഷെ മാൻതോലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, സോഫ്റ്റ് ആണ്. അത് കൂടാതെ നമുക്ക് റെഡിമെയ്ഡ് തോല് വരുന്നുണ്ട്. റെഡിമെയ്ഡ് തോല് പറഞ്ഞാൽ നമുക്ക് ആന്ധ്ര, അതേപോലെ പൂന ഭാഗത്ത് റെഡിമെയ്ഡ് തോല് വരും. അത് ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടി അവരുണ്ടാക്കും. ആടിന്റെ തോല്, അതുപോലെ കെമിക്കൽ ട്രീറ്റ്മെന്റ്
കഴിഞ്ഞവർ കൊണ്ടുവരുന്നതാണ്. അപ്പൊ നമ്മൾ അതില് പാവകൾ ഉണ്ടാക്കുന്ന കാണിച്ചാൽ സോഫ്റ്റ് ആയിരിക്കും പാവകൾ. ഇതൊക്കെ അതിലുണ്ടാക്കിയ പാവകളാണ്. അപ്പൊ ഇതൊക്കെ വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഇങ്ങനെ വളഞ്ഞു എങ്ങനെ വേണമെങ്കിലും വളയും. പക്ഷെ ഇതാകുമ്പോ നമുക്ക് വളയ്ക്കാൻ പാടാണ്. ഇതെല്ലാം വെയിറ്റ്ലെസ് ആണ്, ഭയങ്കര കനം കുറവാണ്. അങ്ങനത്തെ പാവയുടെ കനം കുറവാണ്. ഇതിപ്പോ രാവണന്റെ പാവയാണ്. രാവണന്റെ ചെറിയൊരു പാവയാണ്. അതിൽ 10 തലയുണ്ടാവും. രാവണന്റെ തൊട്ട് 10 തലയുണ്ടാവും. പിന്നെ ഒരു കാല്, 20 കൈകള്. ആദ്യകാലങ്ങളിൽ ഇത് ചായങ്ങൾ ഉപയോഗിച്ചിട്ട് മരത്തിന്റെ ചായങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മറ്റേ മാൻഡോലാണ് സമയത്ത് മാൻഡോല പാവയില് മരത്തിന്റെ ചായങ്ങൾ, അതായത് ചപ്പങ്ങം, പിന്നെ വേപ്പ്, പിന്നെ അതേപോലെ തന്നെ തേക്ക്, പിന്നെ അമരയില, പിന്നെ അങ്ങനത്തെ, പിന്നെ നമ്മുടെ പ്ലാവിന്റെ മഞ്ഞ കളർ കിട്ടും. അപ്പൊ അങ്ങനത്തെ നാച്ചുറൽ കളേഴ്സിന്റെ ഈ അതായത് ആ മരത്തിന്റെ വേരെടുത്ത് കാച്ചി കുറുക്കി അങ്ങനെയൊക്കെയാണ് പെയിന്റ് ഉണ്ടാക്കിയിരുന്നത്. അന്നും കളറൊക്കെ ഉപയോഗിച്ചിരുന്നു. അന്ന് കളർ ഉപയോഗിച്ചു. കളർ നമുക്ക് പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും കളർ ഉപയോഗിച്ചിരുന്നു. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ പാവ ഏതാണ് നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ നമുക്ക് വെളിച്ചം ഉണ്ടാവില്ല ടാക്സിയെ കുറിച്ച്. അപ്പൊ പാവ ഏതാണെന്ന് തിരിച്ചറിയാനും പിന്നെ തോലിൽ സ്മെല്ലില്ല ഉണ്ടാവാതിരിക്കാൻ. ചിലർക്ക് തോലിലൊക്കെ സ്മെല്ലുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ കച്ചായങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിത് വാട്ടർ കളറും മക്കളിലേക്കും അങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ നിലവിൽ ഇതുവരെ സജീഷ് ചേട്ടൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മളെ പോലുള്ള കലാകാരന്മാർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ്? അതായത് നമുക്കിപ്പോ CCRT സ്കോളർഷിപ്പ് ഉണ്ട്, അതായത് കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 10 വയസ്സ് മുതൽ കുട്ടികളെ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് സ്കോളർഷിപ്സ് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഗുരുവിനൊരു ഫീസ് ഉണ്ട്, അതേപോലെ തന്നെ പഠിക്കുന്ന ആൾക്കാർക്ക് ചെറിയ സ്റ്റേപ്പൻഡ് ഉണ്ട്. പിന്നെ അതുപോലെ കണ്ണൂരിൽ നിന്നും നെർച്ചർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പോഴും അതേപോലെ തന്നെ ചെറിയ സ്കോളർഷിപ്പ് കണ്ണൂരിലുണ്ട്. അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് ഫെലോഷിപ്പ് പദ്ധതിയുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം നമ്മളെ പോലെ കലാകാരന്മാർക്ക് ഈ സമയത്ത് പുതുതലമുറയ്ക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വരാനൊരു പ്രചോദനമാണ്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് പിന്നീട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അധ്യാപകരാവാം. പിന്നെ നമ്മള് ഈ TTC കുട്ടികളുണ്ട്, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കൊക്കെ പപ്പട്രി എന്നുള്ള സബ്ജക്ട് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ പാവകളൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ കയ്യുറപ്പാവ, നൂൽപ്പാവ, അങ്ങനെ കുറെ പാവകളുണ്ട്. അപ്പൊ അതൊക്കെ ഞാനതിന്റെ ഒരു പഠനം ഡൽഹിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യൂനിമ എന്ന് പറഞ്ഞ യൂണിയൻ ഇന്റർനാഷണൽ ജില്ലാ മാരത്തൺ സംഘടനയുണ്ട്. അപ്പൊ അവരുടെ കീഴില് ഈ തോൽപ്പാവ അല്ലാതെ നൂൽപ്പാവ, കയ്യുറപ്പാവ, പിന്നെ ജപ്പാന്റെ ഗുണ്ട്രാസ്, അങ്ങനത്തെ കുറെ പാവകളുടെ ഒരു ക്ലാസ് ഞാൻ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മാസം ക്ലാസ് ആയിരുന്നു. അപ്പൊ അത് പഠിച്ച് ഞാൻ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് എങ്ങനെ പാവ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് നമ്മൾ വെള്ളം കുടിച്ച് നമ്മൾ കുപ്പി വലിച്ചെറിയും. പക്ഷെ ആ ബോട്ടിൽ കൊണ്ട് നമുക്ക് പാവ ഉണ്ടാക്കാൻ പറ്റും. ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട്, പിന്നെ സോക്സ് കൊണ്ട് പാവ ഉണ്ടാക്കാം. അപ്പൊ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് എങ്ങനെ പാവ ഉണ്ടാക്കാം എന്നുള്ള തരത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ബോധം കൂടി മൊത്തത്തിൽ കൊണ്ടുവരാം. നമുക്ക് വീട്ടിലാണെങ്കിലും അലങ്കാര വസ്തു പോലെ നമുക്ക് പാവ ഉണ്ടാക്കി വെക്കാം. ഇതില് ഒരു ഗണപതി വന്ന സമയത്ത് ഒരു പാട്ടുണ്ട്, ഒരു കക്കാകൻകൊണ്ടൊരു പാട്ടുണ്ട്. അതിന് ഇലത്താളം ഉപയോഗിക്കണം. ഇലത്താളം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇലത്താളം നമുക്കിതില് ഇലത്താളം, ചെലങ്ക, ചെണ്ട, എഴുപറ, ഇതാണ് വാദ്യങ്ങൾ. ചില അമ്പലങ്ങളിൽ മതളം ഉപയോഗിക്കും, കുറുങ്കോളിൽ ഉപയോഗിക്കും. അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. കമ്പടകരി മുഖവാ ഗണപതി കക്കാകങ്കങ്ങ കിണകണി കുമ്പിട്ടുളരിയ ചച്ചാജഞ്ചഞ്ഞ അരിയോടവിൽ പൊരിയപ്പം തെരുവേൻ കട്ടാടണ്ടെണ്ണ തന്നിട്ടടിമല വെച്ചു തൊഴുതേൻ തത്താടണ്ടെണ്ണ പക്ഷം വരകനി 10 തെരുവേൻ പപ്പാവമ്പമ്മ എതിരോട് മരുവിയ ഉദവിയ ഗണപതി അത് കഴിഞ്ഞ് ഇങ്ങനെ ശ്ലോകങ്ങൾ വന്നോണ്ടിരിക്കും. നാല് കേരള ചക്കമൂര് ഇങ്ങനെ ശ്ലോകങ്ങൾ വന്നു. കൂത്തറിയുന്ന ആൾക്കാർക്ക് ആ പാട്ട് കഴിഞ്ഞ് അത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. കമ്പരാമായണത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കമ്പരാമായണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇതിലെ ഒരു ചെറിയൊരു പാട്ട് മാത്രമാണ്. ഇനി വലിയ പാട്ടുകളും കുറച്ച് അതുപോലെ ഒരു പാട്ട് കൂടി ഞാൻ പാടാം. അതായത് ബാലിസുഗ്രീവ് യുദ്ധമുണ്ട്. നമ്മളെ സീനിലെ കണ്ടില്ല. ബാലിസുഗ്രീവ് യുദ്ധത്തില് അതായത് ബാലി സുഗ്രീവനെ പൂരനെ വിളിക്കുന്നുണ്ട്. അല്ല, സുഗ്രീവൻ ബാലിനെ പൂരനെ വിളിക്കുന്നുണ്ട്. എങ്ങനെയറിയാം? അഗ്രജ ബാലികേളായി അടിവണങ്കെന്നയോട്ടി വിക്രമത്തുടനെ എന്തൻ ഉരുമയോടിരണ്ടും പറ്റി അക്രമായി കൊള്ളുമുന്നേ യമപുരത്തനൊപ്പ വേണ്ടി സുക്കരീവൻ വന്ധേൻ വൻപോർ തുടങ്ങിട വന്തിടായി. യുദ്ധത്തിന് വിളിക്കുകയാണ്.
ഇപ്പൊ ബാക്കി സമയത്തുള്ള പാട്ടാണ്. അതുപോലെ ശിവന്റെ പാട്ട്, ഓരോ ഭാഗങ്ങളിലും ഓരോ പാട്ടുകളുണ്ട്. ശ്ലോകങ്ങൾ മാത്രമായിട്ട് ഇതിപ്പോ തമിഴ് കൂടി കലർന്നിട്ടായിരുന്നു. ആദ്യ കാലത്തൊക്കെ സംസ്കൃതം തമിഴ് മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞു. ഇപ്പൊ നമ്മള് മലയാളവും തമിഴും കൂടി മിക്സ് ചെയ്താണ്. പ്യുവർ തമിഴല്ല, മലയാളം കൂടി മിക്സ് ചെയ്തിട്ടാണ്. നമ്മളെ മുമ്പൊക്കെ വീട്ടില് തമിഴാണ് പറഞ്ഞിരുന്നത്. ഇപ്പം അങ്ങനെ തമിഴല്ല, മലയാളം തന്നെ പറയുന്നത്. ഈ പുലവർ എന്ന് പറയുന്നത് ഒരു സമുദായമാണ്. അല്ല, പുലവർ എന്ന് പറയുന്നത് ഒരു ഗാനപ്പേരാണ്. തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന ആശാന്മാരെ വിളിക്കുന്നതാണ് പുലവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, തമിഴ് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പഴയ നടന്മാരിലൊക്കെ സിനിമകളിലൊക്കെ കാണിക്കുമ്പോൾ ഈ പുലവർ എന്ന് പറയുമ്പോൾ അവർ ഈ തമിഴ് ശ്ലോകങ്ങളും പാട്ടുകളും ഒക്കെ, അതായത് പണ്ഡിതൻ, അതായത് ഈ പുലവർ എന്ന് പറയുന്ന ആൾക്ക് എല്ലാ കാര്യവും അറിയും. അതായത് എല്ലാത്തിനും ജ്ഞാനം ഉണ്ടാവും. ഇപ്പൊ എന്തൊക്കെ ഉപനിഷത്തുകളുണ്ടോ, ഏതൊക്കെ ഗ്രന്ഥങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചിലപ്പോ വിഷുഫലങ്ങൾ ചോദിക്കാറുണ്ട്. ചില ബുദ്ധന്മാർക്കൊക്കെ പോകുന്ന സമയത്ത് പുലവന് എന്താണ് ഇപ്പോഴത്തെ വിഷുക്കണി, അല്ലെങ്കിൽ വിഷുഫലം എന്താണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഞാറുന്നത്, കർഷകമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള ആൾക്കാരെയാണ് പുലവർ എന്ന് വിളിക്കുന്നത്. അപ്പൊ തോൽപ്പാവക്കൂത്ത് എന്ന് പറയുന്നത് കമ്പരാമായണമാണെങ്കിൽ പോലും അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതില് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽക്ക്, അതായത് നമ്മള് സദ്യ വാഴ്ത്തൽ എന്നുള്ള കാര്യമുണ്ട്. സദ്യ വാഴ്ത്തൽ എന്ന് പറയുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസം കൂട്ട് നടത്തുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തരും. മുമ്പൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആണല്ലോ. ആ ഭക്ഷണം തരുന്ന സമയത്ത് നമ്മൾ ആ സദ്യനെ വാഴ്ത്തും. അതായത് അരി എന്ന് പറഞ്ഞാൽ മുത്തുക്ക് സമ്മാനം അന്നം. ഈ മുത്തുണ്ടല്ലോ, വെള്ള മുത്ത് പോലത്തെ അന്നം, അതുപോലെ ഇല, പച്ചപ്പട്ട് പറഞ്ഞാൽ പട്ടസാരി പോലത്തെ പച്ചപ്പട്ടയ്ക്ക് സമ്മാനം ഇല. അത് മറ്റേ നേന്ത്രവായുടെ മൂന്നാമത്തെ തൂമ്പലയാണ്. പിന്നെ അതേപോലെ പപ്പടം പറഞ്ഞാൽ വലിയ പപ്പടം, കാട്ടില് കലമാനകൾ ഓടുമ്പോ എങ്ങനെ സൗണ്ട് ഉണ്ടാവും അതേപോലത്തെ പപ്പടം. അപ്പൊ ആ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളത് വർണ്ണിച്ചു. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെയാണ് പുലവർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും സിനിമകളിൽ നാഗേഷൊക്കെ ഇതേപോലെ പുലവറാണെന്ന് പറഞ്ഞിട്ട് രാജകൊട്ടാരത്തിൽ വരുന്നത്, പാട്ട് പാടുന്നത്. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് പുലവർ എന്നുള്ള വാക്കിനൊരു വ്യക്തമായൊരു ഡെഫിനേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ തോൽപ്പാവ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി നമുക്കൊന്ന് കാണാം. ഒരുപാട് നാളത്തെ പരിശ്രമം കൊണ്ട് തന്നെയാണ് ഓരോ പാവകൾക്കും ജീവൻ കൊടുക്കുന്നത്. അതിനായി കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അതല്ലാതെ എങ്ങനെയാണ് ഓരോ പാവകൾ നിർമ്മിക്കുന്നത് എന്നും വളരെ വ്യക്തമായി ഈ കലാകാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇങ്ങനെ കാർഡ്ബോർഡിലൊക്കെ പാവ ഉണ്ടാക്കി ഇപ്പൊ ഏതെങ്കിലും ഒരു മോറൽ സ്റ്റോറീസോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന കഥ ഏതെങ്കിലും ഇതിൽ കാണിച്ചു കൊടുക്കും. പിന്നെ പാവകളുടെ ചലനം എങ്ങനെയാണ് അതൊക്കെ കാണിച്ചു. അത് കാർഡ്ബോർഡാണ്. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ആധുനിക കാലത്തിന് അനുസൃതമായ പല കഥകളും ഇദ്ദേഹം തോൽപ്പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, തോൽപ്പാവക്കൂത്ത് എന്ന കലയെ ഒട്ടേറെ വിദ്യാർത്ഥികളിലേക്ക് ഇദ്ദേഹം പകർന്നു കൊടുക്കുകയും അതിനായി വജ്ര ജൂബിലി ഫെലോഷിപ്പ് പോലെ ഗവൺമെന്റ് പദ്ധതികളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മണ്ണിനെ പോട്ടല്ലാൽ പക്ഷിയെ ഗതികെട്ടവന് നമ്മൾ ഇവിടെ യുദ്ധം നടത്തുന്ന പ്രയോജനം പോരാടും. പക്ഷി നാം ഇപ്പടി യുദ്ധം നടത്തണം ശരിയാക വരികയില്ലേ? മർമ്മസ്ഥാനങ്ങളൊക്കെ യുദ്ധം നടത്തവേ വേണം.
உன்னுடைய வர்மம் எവിടத்திலிருந்து வந்தால் அதை சொல்லட கதி கட்டவனே அவനാണ് ஆ. என்னுடைய பரமநிலை ஆ. இடதுகால் பெருவிரலாகிய அப்படியோ ஆ. ஆனால் ஆ. என்னுடைய வர்மம் ஆ. வலது பட்டத்திலாகிறது ഇത് പറ്റത്തിലോ ஆமா ആയിരം പറ്റും രാവണ ഉன்னுடைய இடதுகாலை பெருவிரலை கொத்தத்தக்கதாக உத்திமிக்கிறேன் இதனாலே இந்த பட்சியினுடைய பலஞ்சிறகை வெட்டிக்கொள்கிறேன் மனசே ഇനി ഇവളെയും എടുത്ത് ആകാശമാർഗമാകെ കൊണ്ട് ലങ്കാരാജ്യത്തേക്ക് പോയിക്കൊള്ളുകയും നടയോ നട